യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിൽ വ്യാപക പ്രതിഷേധം. തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് ഭരണകൂട ഭീകരതയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വാഴാനി കാക്കിനിക്കാട് ട്രൈബൽ സ്കൂൾ വളപ്പിൽ കളിക്കുന്നതിനിടെ 4ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് പാമ്പ് കടിയേറ്റു. തിരുവിലാമല ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്ലാസ് മുറിയുടെ വാതിലിനിടയിൽ വിദ്യാർത്ഥിയുടെ കൈപ്പെട്ട് വിരലിന്റെ ഭാഗം അറ്റുപോയി. ഒരാഴ്ചയോളമായി ഇടവിട്ട് പെയ്യുന്ന മഴ മറ്റത്തൂരിലെ നെൽകർഷകർക്ക് ദുരിതമായി. വിളഞ്ഞ ഭാഗമായി നെല്ല് കൊയ്തെടുക്കാനാകാതെ കർഷകർ. ചേറ്റിപ്പുഴ കിഴക്കേ കോൾപ്പടവിലെ നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങുന്നു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ലോഗോ പ്രകാശനം തൃശൂരിൽ നടന്നു. കോർപ്പറേറ്റ് വൽകൃത സമൂഹത്തിൽ ജനങ്ങളോടൊപ്പം നിൽക്കാനും ആശ്വാസം നൽകാനും സിഒഎ പോലുള്ള സംഘടനയ്ക്ക് കഴിയുന്നുവെന്നത് അഭിനന്ദനാർഹമാണെന്ന് കെ രാമചന്ദ്രൻ എംഎൽഎ. നമസ്കാരം. വാർത്തകൾ വിശദമായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഓഫീസ് പരിസരത്തേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 40 പേർ മാത്രം പങ്കെടുത്ത മാർച്ച് നേരിടാൻ മണിക്കൂറുകളോളം മുനിസിപ്പൽ ഓഫീസ് റോഡ് അടച്ചിട്ട് പോലീസ്. ഉച്ചയ്ക്ക് 12:30 തൃശൂർ DCCയിൽ നിന്ന് 40 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്ത പ്രതിഷേധ പ്രകടനം ആരംഭിച്ചത്. പ്രകടനം കോർപ്പറേഷൻ ഓഫീസിന് സമീപം 2 നിര ബാരിക്കേഡ് ഉയർത്തി പോലീസ് തടഞ്ഞു. ഇതോടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആദ്യ നിര ബാരിക്കേഡ് തള്ളി മറിച്ചിടുകയും മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കുകയും ചെയ്തു. തുടർന്ന് നടന്ന യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഹാഷിം, സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ, ജില്ലാ ജനറൽ സെക്രട്ടറി ജോഫിൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. എന്നാൽ ജലപീരങ്കി ഉടൻ പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് പ്രവർത്തകർ ജലപീരങ്കിയുടെ ശോചനീയാവസ്ഥയെ പരിഹസിച്ച് മുദ്രാവാക്യങ്ങൾ മുഴക്കി. ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പിരിവെടുത്ത് ജലപീരങ്കിയിൽ വെള്ളം നിറയ്ക്കാനുള്ള ഫണ്ട് കൈമാറുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ് പരിഹസിച്ചു. അതേസമയം സമരത്തിന്റെ പേരിൽ 2 മണിക്കൂറോളം MO റോഡ് അടച്ചിട്ട പോലീസിന്റെ നടപടി ജനങ്ങളെയും യാത്രക്കാരെയും വലച്ചു. TCV ന്യൂസ്, തൃശൂർ. മുഖ്യമന്ത്രിയെ നോക്കുകുത്തിയാക്കി സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ചുള്ള ഉപജാപക സംഘമാണ് കേരളം ഭരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ചാലക്കുടിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തരം സംഘത്തിന്റെ ലക്ഷ്യം ഭരണകൂട ഭീകരത സൃഷ്ടിക്കലാണെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. പോലീസിനെ അഴിച്ചുവിട്ട് കോൺഗ്രസ് പ്രവർത്തകരെ ഭയപ്പെടുത്താമെന്ന് പിണറായി വിജയൻ കരുതേണ്ട. ഞങ്ങളെ ഭയപ്പെടുത്താന്ന് വിചാരിച്ചിട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ വീട്ടിലേക്ക് എരിച്ചു കയറി അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ കേരളത്തിലെ യൂത്ത് കോൺഗ്രസുകാരൊക്കെ വീടിനകത്തേക്ക് കയറുമല്ലോ, അത് പേടിച്ചിട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്. 1/4 നൂറ്റാണ്ട് മുമ്പ് ജീവിക്കേണ്ടിയിരുന്ന ആളുകളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്ന് ഈ ഉപജാപക സംഘം ഈ വൃത്തികേടുകൾ മുഴുവൻ കാണിക്കുന്നത്. ഇത് ഭരണകൂട ഭീകരത ഉണ്ടാക്കാൻ നോക്കുവാണ്. അധികാരത്തിന്റെ അഹങ്കാരവും ധാർഷ്ട്യവുമാണ് ഈ കാണിക്കുന്നത്. കേരളത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത. സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിന്റെ പേരിൽ കേസെടുക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത രീതി തികച്ചും പ്രാകൃതമാണ്. അദ്ദേഹം കുറ്റവാളിയോ പിടികിട്ടാപ്പുള്ളിയോ അല്ല. ചികിത്സയുടെ ഭാഗമായി വീട്ടിൽ വിശ്രമിക്കുമ്പോഴാണ് ഭീകരരെ വേട്ടയാടും പോലെ പോലീസ് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത്. കേസിൽ 1ാം പ്രതിയായ തന്നെയും അറസ്റ്റ് ചെയ്യട്ടെ, വി.ഡി. സതീശൻ പറഞ്ഞു. ചാലക്കുടിയിൽ പോലീസ് ജീപ്പിന്റെ മുകളിൽ കയറി തല്ലിപ്പൊളിച്ച പ്രതിയെ പോലീസിന്റെ പിടിയിൽ നിന്നും ബലമായി പിടിച്ചുകൊണ്ടുപോയ CPM നേതാവിനെ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. SIക്കെതിരെ പരസ്യമായി കൊലവിളി നടത്തിയ SFI നേതാവിനെ വെറുതെ വിട്ടിരിക്കുന്നു. ഇത്തരം വിവേചനമാണ് സംസ്ഥാനത്ത് നടമാടുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. TCV ന്യൂസ്, ചാലക്കുടി. യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് വളയൽ മാർച്ചിൽ 1ാം പ്രതിയായി മുദ്രകുത്തിയ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ധൈര്യമുണ്ടോ എന്ന് കോൺഗ്രസ് നേതാവ് ബെന്നി ബെഹന്നാൻ MP ചോദിച്ചു. പോട്ടയിൽ ചാലക്കുടി നഗരസഭ സംഘടിപ്പിക്കുന്ന സുവർണഗ്രഹം പദ്ധതിയുടെ ശിലാസ്ഥാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തത് പിണറായി സർക്കാരിന്റെ കിരാത നടപടികളുടെ ഭാഗമാണ്. ജനാധിപത്യപരമായ രീതിയിൽ സമരം ചെയ്യുന്നവരെ സർക്കാർ വേട്ടയാടാൻ ശ്രമിക്കുകയാണെന്നും കോൺഗ്രസ് അടങ്ങിയിരിക്കുമെന്ന് പിണറായി വിജയൻ കരുതേണ്ടെന്നും ബെന്നി ബെഹന്നാൻ പറഞ്ഞു.
തീവ്രവാദികളെ കൈകാര്യം ചെയ്യുന്നത് പോലെയാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ വീട് വളഞ്ഞ് അതിരാവിലെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ മാർക്സിസ്റ്റ് പാർട്ടി മാർച്ച് കണ്ടെത്തുകയാണ്. ആ മാർച്ചിൽ പങ്കെടുത്ത ആളുകൾ ഇങ്ങനെ കൈകാര്യം ചെയ്തു. അപ്പോൾ ഇത് ഏകപക്ഷീയമായി അധികാരം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധികാരത്തിന്റെ പ്രമത്തത കൊണ്ട് അന്ധനായി മുഖ്യമന്ത്രി നടത്തുന്ന ഈ തോന്നിവാസത്തെ ഞങ്ങൾ ശക്തമായി എതിർക്കും. ഇതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സമരത്തെയോ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിക്കെതിരെ നടത്തുന്ന സമരത്തെയോ അടിച്ചമർത്താമെന്ന് മുഖ്യമന്ത്രിയാണ്. ഞാൻ മുഖ്യമന്ത്രിയോട് വെല്ലുവിളിക്കുന്നു. ധൈര്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് നടത്തും. ഒന്നാം പ്രതി അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചു എന്നതാണ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ കിടക്കുന്ന പ്രശ്നം. കരിങ്കൊടി കാണിക്കാത്തവരാണോ മാർക്സിസ്റ്റ് പാർട്ടി? കരിയോയിൽ ഒഴിച്ചവർ, മുൻ മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചവരാണ് ഇപ്പോൾ ധാർമ്മികത പറയുന്നത്. ഇത് കേരളം എങ്ങോട്ട് പോകുന്നു? കേരളത്തിലെ പോലീസിന് എന്ത് സംഭവിച്ചു ജനങ്ങൾ വിചാരിക്കും. വാഴാനി കാക്കിനിക്കാട് ട്രൈബൽ സ്കൂളിൽ വിദ്യാർത്ഥിക്ക് പാമ്പ് കടിയേറ്റു. 4ാം ക്ലാസ് വിദ്യാർത്ഥി കാക്കിനിക്കാട് മോഡൻകാട്ടിൽ ജയരാജിന്റെ മകൻ തരുണിനെയാണ് സ്കൂളിൽ വളപ്പിൽ കളിക്കുന്നതിനിടെ പാമ്പ് കടിയേറ്റത്. വിദ്യാർത്ഥിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടി അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ചുരുട്ട ഇനത്തിൽപ്പെട്ട പാമ്പാണ് കടിച്ചത്. സ്കൂൾ വിദ്യാർത്ഥിയുടെ കൈവിരലിന്റെ ഭാഗം അറ്റുപോയി. തിരുവിലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി അദ്വൈത് പ്രഭാകരന്റെ കൈവിരലിന്റെ ഭാഗമാണ് അറ്റുപോയത്. കമ്പ്യൂട്ടർ ക്ലാസ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിൽ വാതിലിന്റെ അരികിൽ പിടിച്ച് ചെരുപ്പിടുന്നതിനിടെ മറ്റൊരു വിദ്യാർത്ഥി വാതിൽ അടയ്ക്കുന്നതിനിടെയായിരുന്നു സംഭവം നടന്നതെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. കുട്ടിയുടെ കയ്യിൽ നിന്നും രക്തം വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട അധ്യാപകരാണ് വിദ്യാർത്ഥിയെ തിരുവില്ലാമലയിലെ ആശുപത്രിയിൽ എത്തിച്ചത്. പരിശോധനയിൽ കൈവിരലിന്റെ ഒരു ഭാഗം അറ്റുപോയതായി കണ്ടെത്തിയതിനെ തുടർന്ന് വിദ്യാർത്ഥിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരാഴ്ചയോളമായി ഇടവിട്ട് പെയ്യുന്ന മഴ മറ്റത്തൂരിലെ നെൽകർഷകർക്ക് ദുരിതമായി. വിളഞ്ഞ പാകമായ നെല്ല് കൊയ്തെടുക്കുന്നതിന് മഴ തടസ്സമാവുകയാണ്. മറ്റത്തൂരിലെ കോപ്ലിപ്പാടം, കൊടുങ്ങ പാടശേഖരങ്ങളിലാണ് മഴ മൂലം കൊയ്ത്ത് വൈകുന്നത്. വിളഞ്ഞ പാകമായ നെല്ല് കൊയ്തെടുക്കാൻ വൈകിയാൽ നെൽമണികൾ വീണു നശിക്കും. വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കൊയ്ത്ത് യന്ത്രം ഇറക്കാൻ കഴിയാത്ത സ്ഥിതിയും പാടശേഖരങ്ങളിലുണ്ട്. കൊയ്ത്ത് നടത്തിയാൽ തന്നെ മഴ നനയാതെ നെല്ലും വൈക്കോലും ശേഖരിക്കാൻ പ്രയാസമാവും. വൈക്കോൽ പാടത്ത് സൂക്ഷിക്കാനും ഉണക്കിയെടുക്കാനും കഴിയാത്ത അവസ്ഥയാണിപ്പോൾ. മുണ്ടകൻ വൈക്കോലിന് മികച്ച വില കിട്ടുമെന്നതിനാൽ മഴ മാറിയ ശേഷം കൊയ്ത്ത് നടത്താമെന്ന് കരുതി കാത്തിരിക്കുകയാണ് കർഷകർ. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇക്കുറി മുണ്ടകന് മികച്ച വിളവാണ് കർഷകർ പ്രതീക്ഷിക്കുന്നത്. കൃഷിയുടെ വിവിധ ഘട്ടങ്ങളിൽ കാലാവസ്ഥ അനുകൂലമായിരുന്നുവെങ്കിലും വിളവെടുക്കേണ്ട സമയമായപ്പോൾ മഴ തടസ്സം സൃഷ്ടിക്കുന്നത് കർഷകരെ നിരാശപ്പെടുത്തുകയാണ്. TCV ന്യൂസ് കൊടകര. ചേറ്റിപ്പുഴ കിഴക്കേ കോൾപ്പടവിലെ നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങുന്നു. 100ഓളം കർഷകർ പ്രതിസന്ധിയിൽ. 1 മാസം പ്രായമായ നെൽച്ചെടികളാണ് പറിച്ചു നട്ട് 2 ദിവസത്തിനുള്ളിൽ വ്യാപകമായി നശിച്ചു പോകുന്നത്. ബാക്ടീരിയ അണുരോഗബാധയാണ് ഇതിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 200 ഏക്കർ സ്ഥലത്താണ് 100ഓളം കർഷകർ ചേർന്ന് കൃഷി ചെയ്യുന്നത്. അയ്യന്തോൾ അരിമ്പൂർ കൃഷിഭവന്റെ കീഴിൽ വരുന്ന കർഷകർ കൃഷി നിർത്തിവെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കോർപ്പറേറ്റ് വൽകൃത സമൂഹത്തിൽ ജനങ്ങളോടൊപ്പം നിൽക്കാനും അവർക്ക് ആശ്വാസം നൽകാനും സിഒയെ പോലുള്ള സംഘടനയ്ക്ക് കഴിയുന്നുവെന്നത് അഭിനന്ദനാർഹമാണെന്ന് KK രാമചന്ദ്രൻ MLA പറഞ്ഞു. ഫെബ്രുവരി 8, 9 തീയതികളിൽ ചാലക്കുടിയിൽ നടക്കുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം തൃശൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. കേരളത്തിലെ വലിയ ശക്തിയാണ് സിഒയെ എന്ന കൂട്ടായ്മയെന്നും പലതിന്റെയും പേരിൽ മനുഷ്യനെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഇക്കാലത്ത് ഒത്തൊരുമയോടെ മുന്നോട്ടു പോകാൻ സംഘടനയ്ക്ക് കഴിയണമെന്നും MLA പറഞ്ഞു. ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ അതോടൊപ്പം നമ്മുടെ ഈ ജീവിതമാർഗം മുന്നോട്ട് കൊണ്ടുപോകാനും സഹായകരമായിട്ടുണ്ട് എന്നാണ് പൊതുവിൽ ഞാൻ കരുതുന്നത്. അങ്ങനെയുള്ള ഒരു ജനകീയ പ്രസ്ഥാനം കൂടിയാണ് നമ്മുടെ ഈ കേരള വിഷന്റെ ഭാഗമായി ഇതിന്റെ ഭാഗമായിട്ടുള്ള സംവിധാനം. ഒരുമയാണ് ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പലതിന്റെയും പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിക്കാനുള്ള വലിയ പരിശ്രമം നടത്തുന്ന ഒരു കാലമാണ്. ജാതി, മതം, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, വസ്ത്രധാരണം, ഭാഷ, അങ്ങനെ തുടങ്ങി പലതിന്റെയും പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിക്കാനുള്ള വലിയ വലിയ പരിശ്രമം നടത്തുന്ന ഒരു കാലത്ത് ഒത്തൊരുമയും കൂട്ടായ്മയും തന്നെയാണ് ഏറ്റവും പ്രധാനം. ഏത് പ്രസ്ഥാനങ്ങളുടെയും ഇതുപോലെയുള്ള സംഘടനകളുടെയും വിജയം. രാജ്യം ഉറ്റുനോക്കുന്ന പ്രസ്ഥാനമായി സിഒയെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് സിഒയെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ പറഞ്ഞു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ കേബിൾ ടിവിയും ഇന്റർനെറ്റ് സേവനവും വീടുകളിലെത്തിക്കാനും ഫോൺ പദ്ധതിക്ക് കണക്ഷൻ കൊടുക്കാനും കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ നയവുമായി ബന്ധപ്പെട്ട കോർപ്പറേറ്റ് കമ്പനികൾ വിവിധ വ്യവസായങ്ങളിലും മാധ്യമങ്ങളിലും ചെലുത്തുന്ന സ്വാധീനവും പിടിച്ചെടുക്കലും കണ്ടുകഴിയുമ്പോൾ എത്രമാത്രം പ്രസക്തമാണ്
കേബിൾ TV പോലെയുള്ള പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പ് എന്നുള്ളത് നമുക്ക് ബോധ്യമാകുമെന്നും പ്രാദേശിക ചാനലുകളാണ് ജനങ്ങൾക്ക് വേണ്ടി മാധ്യമ ബഹുസ്വരത നിലനിർത്തിപ്പോരുന്നതെന്നും KV രാജൻ അഭിപ്രായപ്പെട്ടു. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. KCCL MD PP സുരേഷ് കുമാർ, KCCL ഡയറക്ടർ ബോർഡ് അംഗം VP ബിജു, കേരള വിഷൻ ചെയർമാൻ PM നാസർ, MD T ജയപ്രകാശ്, ട്രഷറർ CG ജോസ്, COA ജില്ലാ സെക്രട്ടറി P ആന്റണി, സംസ്ഥാന കമ്മിറ്റി അംഗം CA ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, മേഖലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. TCV ന്യൂസ് തൃശൂർ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ടൗൺ മേഖലാ സമ്മേളനം തൃശൂർ പേൾ റീജൻസിയിൽ നടന്നു. 14ാം തൃശൂർ ടൗൺ മേഖലാ സമ്മേളനം KCCL MD PP സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് PK അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ മേഖലാ സെക്രട്ടറി KV സുധീർ മേഖലാ സമ്മേളന റിപ്പോർട്ടും ട്രഷറർ AJ ജോബി സാമ്പത്തിക റിപ്പോർട്ടും മേഖലാ എക്സിക്യൂട്ടീവ് അഖിൽ ജോസ് ഓഡിറ്റ് റിപ്പോർട്ടും COA ജില്ലാ സെക്രട്ടറി P ആന്റണി സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജൻ നമ്പീശൻ, COA തൃശൂർ ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, KCCL ഡയറക്ടർ VP ബിജു, കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ T ജയപ്രകാശ്, കേരള വിഷൻ ലിമിറ്റഡ് ചെയർമാൻ PM നാസർ, COA തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് CA ബൈജു, തൃശൂർ ജില്ലാ ട്രഷറർ CG ജോസഫ്, മേഖലാ എക്സിക്യൂട്ടീവുമാരായ KA ഡേവിസ്, ബിബിൻ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ഭാരവാഹി തിരഞ്ഞെടുപ്പിൽ മേഖലാ പ്രസിഡന്റായി PK അജിത് കുമാർ, സെക്രട്ടറി KV സുധീർ, ട്രഷറർ AJ ജോബി എന്നിവരെ വീണ്ടും തിരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റ് CV സെബാസ്റ്റ്യൻ, ജോയിന്റ് സെക്രട്ടറി എബിൻ ജോസ് എന്നിവരാണ് മറ്റു ഭാരവാഹികൾ. TCV ന്യൂസ് തൃശൂർ. COA സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ബുധനാഴ്ച ചൂണ്ടൽ IMA ഹാളിൽ നടക്കുന്ന കേച്ചേരി മേഖലാ സമ്മേളനത്തിന്റെ മുന്നോടിയായി വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. വാഹന പ്രചരണ ജാഥ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജൻ നമ്പീശൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് സന്തോഷ് ജോസ്, സെക്രട്ടറി AS പ്രസാദ്, ട്രഷറർ റെജി, ജാഥ ക്യാപ്റ്റൻ പ്രമോദ് കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം നാസർ, മേഖലാ കമ്മിറ്റി അംഗങ്ങൾ, മേഖലാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. അതിരപ്പള്ളി പിള്ളപ്പാറ ചെക്ക് പോസ്റ്റിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ MDMAയുമായി 2 യുവാക്കൾ പിടിയിലായി. കൊച്ചി പള്ളുരുത്തി കൊച്ചുപറമ്പിൽ ടിനോയ് ജോസ്, പാണപ്പറമ്പിൽ ഗോകുൽ എന്നിവരെയാണ് ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടർ ബിജു ദാസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്നും 13 ഗ്രാം MDMA കണ്ടെടുത്തു. സ്കൂട്ടറിൽ അതിരപ്പള്ളിയിലേക്ക് വിനോദയാത്രയ്ക്ക് എത്തിയതായിരുന്നു യുവാക്കൾ. ഓൺലൈൻ ആപ്പ് വഴി സ്ത്രീ ശബ്ദത്തിൽ പരിചയപ്പെട്ട് ഹണി ട്രാപ്പ് കവർച്ച നടത്തിയ 2 പേരെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. 3 പീടിക സ്വദേശി പെരിങ്ങാട്ട് വീട്ടിൽ പ്രിൻസ്, നാട്ടിക സ്വദേശിയായ 17 വയസ്സുകാരൻ എന്നിവരെയാണ് ഇൻസ്പെക്ടർ PP ജസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ ഒരാളെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അരിമ്പൂർ സ്വദേശിയായ യുവാവാണ് ഹണി ട്രാപ്പ് കവർച്ചയ്ക്ക് ഇരയായത്. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം. വിദേശത്തു നിന്ന് നാട്ടിലെത്തിയ അരിമ്പൂർ സ്വദേശിയായ യുവാവ് ഓൺലൈൻ ആപ്പിലൂടെ ഏഞ്ചൽ എന്ന അക്കൌണ്ടിലുള്ള സ്ത്രീയുമായി സൌഹൃദത്തിലായി. ഇയാളുമായി സൌഹൃദം സ്ഥാപിച്ച സ്ത്രീ നേരിട്ട് കാണുന്നതിനായി യുവാവിനെ വ്യാഴാഴ്ച രാവിലെ കോതറ പാലത്തിനോട് ചേർന്ന് ബണ്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ബൈക്കിൽ ഇവിടെത്തിയ യുവാവിനെ 3 പേർ ചേർന്ന് വളഞ്ഞു മർദ്ദിച്ച് മൊബൈൽ ഫോണും പേഴ്സിൽ നിന്ന് പണവും കവർന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ സംഭവം പുറത്തറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ബൈക്കിൽ കയറ്റി ATMൽ കൊണ്ടുപോയി 30,000 രൂപയും പിൻവലിപ്പിച്ച് അതും കൈക്കലാക്കിയ ശേഷം പ്രതികൾ മുങ്ങുകയായിരുന്നു. ഓൺലൈൻ ഫേക്ക് ആപ്പുകൾ ഉപയോഗിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ സിസേറിയന് വിധേയയായ പട്ടികജാതിക്കാരിയായ യുവതിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ വീണ്ടും ശസ്ത്രക്രിയ നടത്തി. ചികിത്സാ പിഴവ് ആരോപിച്ച് യുവതി പോലീസിൽ പരാതി നൽകി. ചന്ദ്രാപ്പിന്നി കൂട്ടാലപ്പറമ്പ് ചാരിച്ചെട്ടി വീട്ടിൽ പ്രേംകുമാറിന്റെ മകളും ചേർത്തല പള്ളിപ്പുറം ആദർശ നിവാസിൽ ആദർശദാസിന്റെ ഭാര്യയുമായ മോനിഷയാണ് കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിക്കും ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സീമ ഗംഗാധരനുമെതിരെ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകിയത്. കഴിഞ്ഞ ഡിസംബർ 20-നാണ് മോനിഷ താലൂക്ക് ആശുപത്രിയിൽ സിസേറിയന് വിധേയയായത്. സിസേറിയന് ശേഷം അസഹ്യമായ വയറുവേദനയും അസ്വസ്ഥതകളും അനുഭവപ്പെട്ടുവെങ്കിലും വേണ്ടത്ര ചികിത്സ നൽകാതെ തന്നെ കഴിഞ്ഞ 25-ന് ഡിസ്ചാർജ് ചെയ്തതായി മോനിഷ പരാതിയിൽ പറയുന്നു. വേദന അസഹനീയമായതിനെ തുടർന്ന് ചന്ദ്രാപ്പിന്നിയിലുള്ള സ്വകാര്യ ഡോക്ടറെ കാണുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്കാനിങ്ങിന് വിധേയയാകുകയുമായിരുന്നു. സിസേറിയൻ നടത്തിയ ഡോക്ടറെ ഉടൻ കാണാൻ സ്വകാര്യ ഡോക്ടർ നിർദ്ദേശിച്ചതിനെ തുടർന്ന്
ജനുവരി 1 12 മണിക്ക് താലൂക്ക് ആശുപത്രിയിലെത്തിയ തനിക്ക് 20 മണിക്കൂർ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെയാണ് ചികിത്സ ലഭിച്ചതെന്ന് മോനിഷ പറയുന്നു. ജനുവരി 2 നടത്തിയ സ്കാനിംഗിൽ യുവതിയുടെ വയറ്റിൽ രക്തം കട്ടപിടിച്ചിട്ടുണ്ട് എന്നും പഴുപ്പുണ്ടെന്നും കണ്ടെത്തി. ജനുവരി 5 മെഡിക്കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മോനിഷയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. അതേസമയം യുവതിയുടെ പരാതിയും സ്വകാര്യ ആശുപത്രിയിലെ റിപ്പോർട്ടും കണ്ടിട്ടില്ലെന്നും ചികിത്സാ പിഴവുണ്ടായിട്ടുണ്ടോ എന്നത് വ്യക്തമായിട്ടില്ലെന്നും താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ കുത്തിവയ്പ്പിനെ തുടർന്ന് 7 വയസ്സുകാരന്റെ കാല് തളർന്ന സംഭവത്തിൽ പുരുഷ നഴ്സിനെതിരെ ശിക്ഷാ നടപടി എടുത്തില്ലെന്ന് ആരോപണം. പുരുഷ നഴ്സിനെ സ്വന്തം നാട്ടിലേക്ക് സ്ഥലം മാറ്റിയത് ആരോഗ്യവകുപ്പിന്റെ പ്രോത്സാഹന നടപടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് KV സത്താർ പറഞ്ഞു. പിഞ്ചുകുഞ്ഞിന്റെ ജീവൻ തന്നെ അപകടത്തിലാക്കും വിധം പെരുമാറിയ താലൂക്ക് ആശുപത്രി ജീവനക്കാരന് പ്രോത്സാഹന ട്രാൻസ്ഫർ കൊടുത്തതിനെതിരെ ആരോഗ്യമന്ത്രി DMO, ആശുപത്രി സൂപ്രണ്ട് എന്നിവർക്ക് പരാതി നൽകുവാനും പ്രതിഷേധ സമരം സംഘടിപ്പിക്കുവാനും UDF പാർലമെന്ററി കമ്മിറ്റി തീരുമാനിച്ചതായി KV സത്താർ, ഹസ്മത് അലി, ഫൈസൽ കാണാപ്പള്ളി എന്നിവർ പറഞ്ഞു. ക്രിസ്മസ് കരോൾ കാണാൻ മകൾക്കൊപ്പം പോയ പിതാവിന്റെ കണ്ണുകളിലൊന്ന് അടിച്ചു തെറിപ്പിച്ച് കാഴ്ച നഷ്ടപ്പെടുത്തിയ കേസിലെ പ്രതിയെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. അരിമ്പൂർ കൈപ്പള്ളി സ്വദേശി ആർവിനെയാണ് SI K ശ്രീഹരി, SI ജോസി ജോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. എറവ് ആറാങ്കല്ല് സ്വദേശി ചിറമൽ ജോസഫിന്റെ കണ്ണിലെ കാഴ്ചയാണ് ആക്രമണത്തിൽ നഷ്ടപ്പെട്ടത്. സ്കൂട്ടറിൽ ആറാങ്കല്ല് സെന്ററിനടുത്തുള്ള സെന്റ് സെബാസ്റ്റ്യൻ കപ്പേളയ്ക്കടുത്ത് വന്ന ജോസഫ് കരോൾ തുടങ്ങിയിട്ടില്ലാത്തതിനാൽ സ്കൂട്ടറെടുത്ത് റോഡിൽ തിരിച്ചു പോകുന്നതിനിടെയാണ് ബൈക്കിൽ വന്ന പ്രതി ആർവിൻ ആക്രമിച്ചത്. സ്കൂട്ടർ റോഡിലിട്ട് തിരിച്ച തർക്കമാണ് ആക്രമണത്തിനിടയാക്കിയത്. ജോസഫിന്റെ മകൾക്ക് നേരെയും ആക്രമണം നടത്തിയതായി പരാതിയിൽ പറയുന്നു. തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരന് കുത്തേറ്റു. വരന്തരപ്പള്ളി സ്വദേശി ചാക്യാത്ത് വീട്ടിൽ ജോസിനാണ് കുത്തേറ്റത്. കഴുത്തിലും നെറ്റിയിലും കുത്തേറ്റ ജോസിനെ തൃശൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഗുരുവായൂരിലേക്ക് പോകുന്നതിനായി ബസ് കാത്തിരിക്കുന്ന സമയം അപരിചിതനായ ആൾ തന്റെ അടുത്തെത്തി മൂർച്ചയുള്ള എന്തോ ആയുധം കൊണ്ട് തന്നെ ആക്രമിക്കുകയായിരുന്നുവെന്ന് ജോസ് പോലീസിന് മൊഴി നൽകി. അക്രമിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കേച്ചേരിയിൽ 15ഓളം കടകളിൽ മോഷണ ശ്രമം. വിവിധ ഷോപ്പിംഗ് കോംപ്ലക്സുകളിലെ കടകളിലാണ് മോഷണ ശ്രമം നടന്നത്. പ്രാദേശിക കേബിൾ നെറ്റ്വർക്ക് കേച്ചേരി ബ്യൂറോ ഓഫീസുകളായ 2 സ്റ്റാർ 3 സ്റ്റാർ ഓഫീസുകളിലും മോഷണ ശ്രമം നടന്നിട്ടുണ്ട്. പലയിടത്തും സ്ഥാപനങ്ങളുടെ പൂട്ട് തകർത്തിയിട്ടുണ്ടെങ്കിലും മോഷ്ടാവിനകത്ത് കയറുവാൻ സാധിച്ചിട്ടില്ല. ഗുരുവായൂർ റോഡിലുള്ള അക്ഷയ കേന്ദ്രം, സൂപ്പർ മാർക്കറ്റ്, ടെക്സ്റ്റൈൽ ഷോപ്പ്, ബുക്ക് സെന്റർ, സ്പെയർ പാർട്സ് കട എന്നിവയിൽ ഉൾപ്പെടെ മോഷണ ശ്രമം നടന്നിട്ടുണ്ട്. സ്പെയർ പാർട്സ് കട കുത്തി തുറന്ന് മേശയിലുണ്ടായിരുന്ന 4000ഓളം രൂപ മോഷ്ടിക്കുകയും CCTV ക്യാമറ സംവിധാനം തകർക്കുകയും ചെയ്തിട്ടുണ്ട്. കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ C ഗിരീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഒരിടവേളയ്ക്ക് ശേഷമാണ് കേച്ചേരിയിലെ സ്ഥാപനങ്ങളിൽ വ്യാപക മോഷണ ശ്രമം നടക്കുന്നത്. കുന്നംകുളം ചൂണ്ടലിൽ പെട്ടിക്കടയിൽ മോഷണം. ചൂണ്ടൽ സ്വദേശി ചൂണ്ടൽ വീട്ടിൽ ശ്രീനിവാസന്റെ പെട്ടിക്കടയിലാണ് മോഷണം നടന്നത്. പെട്ടിക്കട മൂടിയിരുന്ന ടാർപ്പായും ചാക്കും പൊളിച്ചാണ് മോഷ്ടാവകത്ത് കടന്നത്. കടയിലുണ്ടായിരുന്ന സോഡ, ബീഡി, സിഗരറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങളും പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന 500 രൂപയും കവർന്നു. കുന്നംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കരുവന്നൂർ ബാങ്കിലെ പോലെ അഴിമതികൾ തുമ്പൂർ സർവീസ് സഹകരണ ബാങ്കിൽ നടന്നുവെന്ന് പറയുന്നത് വാസ്തവമല്ലെന്ന് ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുൻ UDF ഭരണകാലത്തെ ചില നടപടിക്രമങ്ങളിൽ ക്രമവിരുദ്ധമായ ചില കാര്യങ്ങൾ കണ്ടെത്തുകയും സഹകരണ ഡിപ്പാർട്ട്മെന്റ് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അത് കരുവന്നൂർ ബാങ്കുമായി താരതമ്യം ചെയ്യുവാൻ കഴിയുന്നതല്ല. ബാങ്കിന് നഷ്ടം വന്ന തുക മുൻ ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് ഈടാക്കുവാൻ ഡിപ്പാർട്ട്മെന്റ് തല നടപടികൾ വരികയാണെന്നും കഴിഞ്ഞ 4 വർഷമായി സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭരണത്തിൽ ബാങ്കിന്റെ ധനകാര്യ നടപടികൾ സുതാര്യമായാണ് നടത്തുന്നതെന്നും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ TS സജീവൻ, അംഗങ്ങളായ ജിജോ പെരേപ്പാടൻ, സിജോ പറോക്കാരൻ, സെക്രട്ടറി ഇൻചാർജ് KS മനോജ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഭാരതപ്പുഴയിൽ വെള്ളമില്ല. കുടിവെള്ളത്തിനു വേണ്ടി കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച തടയണ മണ്ണുമാന്തി യന്ത്രം കൊണ്ട് പൊളിച്ചു നീക്കി. നിരവധി പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളമെത്തിക്കുന്ന പൈങ്കുളം പമ്പ് ഹൌസിലേക്ക് വെള്ളമെത്തിക്കാൻ വേണ്ടിയാണ് പൈങ്കുളം വാഴാലിക്കാവിന് സമീപം വർഷങ്ങൾക്ക് മുൻപ് ഭാരതപ്പുഴയിൽ ഉരുക്ക് തടയണ നിർമ്മിച്ചത്.
തടയണ പൊളിച്ച് വെള്ളം ഒഴുക്കി പമ്പ് ഹൌസിലേക്ക് വെള്ളം എത്തിക്കാനാണ് തടയണയുടെ 10 മീറ്ററോളം ദൂരം മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ചാലുകീറിയത്. ഭാരതപ്പുഴയിൽ വെള്ളമില്ലാത്തതിനെ തുടർന്ന് മോട്ടോറടിച്ച് വിവിധ പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ പറ്റാത്തതിനെ തുടർന്നാണ് തടയണയിൽ കെട്ടിനിൽക്കുന്ന വെള്ളം പമ്പ് ഹൌസിലേക്ക് എത്തിക്കാനുള്ള നടപടി അധികൃതർ ചെയ്തത്. കുറഞ്ഞ ചിലവിൽ നിർമ്മിച്ച ഉരുക്കു തടയണ കൃഷിക്കും കുടിവെള്ളത്തിനും ഏറെ പ്രയോജനകരമായിരുന്നു. 2018 പ്രളയത്തിൽ മാന്നന്നൂർ വശത്തെ പാടശേഖരത്തിലെ മണ്ണൊലിച്ചുപോയി തടയണ കുറച്ചുഭാഗം തകർന്നിരുന്നു. ഇതേ തുടർന്ന് പുഴ ഗതിമാറി ഒഴുകി. ഇതോടെ നിരവധി പഞ്ചായത്തുകൾക്കും വടക്കാഞ്ചേരി നഗരസഭയ്ക്കും വെള്ളമെത്തിക്കുന്ന പൈങ്കുളം പമ്പ് ഹൌസിൽ വെള്ളം കിട്ടാത്ത അവസ്ഥയായിരുന്നു. പുഴ ഗതിമാറി ഒഴുകിയ ഭാഗത്തുകൂടിയാണ് വെള്ളം ഒഴുകിയിരുന്നത്. പുഴയിലൂടെ ചാല് കീറിയിട്ടും ജലനിരപ്പ് ഉയരാത്ത സാഹചര്യത്തിലാണ് ഉരുക്ക് തടയണ കുറച്ചു ദൂരം പൊളിച്ച് വെള്ളമെത്തിക്കാൻ നടപടിയെടുത്തത്. ഇതോടെ പുഴയിൽ അവശേഷിക്കുന്ന ഒഴുകിവരുന്ന വെള്ളം പമ്പ് ഹൌസിന് സമീപത്തേക്ക് ഒഴുകിത്തുടങ്ങി. വാഴാലിപ്പാടം മാന്നന്നൂർ ഉരുക്ക് തടയണ പുനർനിർമ്മിക്കാൻ റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി 12.60 കോടി രൂപ അനുവദിച്ചിരുന്നു. ഇതിന്റെ നിർമ്മാണം അടുത്തുതന്നെ ആരംഭിക്കാനിരിക്കുകയാണ്. തടയണ പുനർനിർമ്മാണം പൂർത്തിയാകുന്നതോടെ ജലസമൃദ്ധമായ നിലയിലേക്ക് പുഴ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. TCV ന്യൂസ്, ചെറുതുരുത്തി. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളുടെ സംരക്ഷണം ഉറപ്പാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് ആമ്പല്ലൂരിൽ സംഘടിപ്പിച്ച പ്രവാസി ഭാരതീയ ദിവസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവാസികളെ അവഗണിക്കുന്ന നിലപാടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് LV അജയ്കുമാർ അധ്യക്ഷനായി. TN പ്രതാപൻ MP, സനീഷ് കുമാർ ജോസഫ് MLA, KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്, DCC സെക്രട്ടറിമാരായ K ഗോപാലകൃഷ്ണൻ, സെബി കൊടിയൻ തുടങ്ങിയവർ സംസാരിച്ചു. മതിയായ ഫണ്ട് അനുവദിച്ചിട്ടും പണി പൂർത്തിയാക്കാൻ കഴിയാതെ ചന്ദ്രാപിന്നി പഴയ പോസ്റ്റ് ഓഫീസ് റോഡ്. ചന്ദ്രാപിന്നി മുതൽ CV സെന്റർ വരെ 1.5 കിലോമീറ്റർ നീളമുള്ള റോഡാണ് യാത്രക്കാർക്ക് ദുരിതം സമ്മാനിക്കുന്നത്. റീടാറിംഗിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡിൽ മെറ്റലിട്ടതിനാൽ വാഹനയാത്രികരാണ് ഇപ്പോൾ ഏറെ ദുരിതത്തിലായത്. വാഹനങ്ങളുടെ ടയർ പൊട്ടുന്നതും പഞ്ചറാവുന്നതും പതിവായതോടെ മറ്റ് റോഡുകൾ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. എടത്തുരുത്തി പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണ് ചന്ദ്രാപിന്നി CV സെന്റർ പഴയ പോസ്റ്റ് ഓഫീസ് റോഡ്. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ, SN വിദ്യാഭവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, SRV UP സ്കൂൾ, മൃഗാശുപത്രി എന്നിവിടങ്ങളിലേക്ക് എത്താനുള്ള റോഡാണിത്. നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. വർഷങ്ങളായി കുണ്ടും കുഴിയുമായി തകർന്നു കിടന്നിരുന്ന റോഡിന് 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 28 ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് റീടാറിംഗ് നടത്താൻ അനുവദിച്ചത്. ടെൻഡർ നടപടികളും പൂർത്തിയാക്കി. ഇതിനിടയിലാണ് ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട പൈപ്പിടൽ ആരംഭിച്ചത്. ടാറിംഗ് നടത്തിയാൽ പൈപ്പിടുന്നതിനായി റോഡ് വീണ്ടും പൊളിക്കേണ്ടി വരും എന്നതിനാൽ ടാറിംഗ് നടപടികൾ പിന്നെയും നീണ്ടു. ഘട്ടം ഘട്ടമായുള്ള നിർമ്മാണ പ്രവൃത്തികളായതിനാൽ മാർച്ച് അവസാനത്തോടെ റീടാറിംഗ് നടത്താൻ കഴിയുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു പറഞ്ഞു. റോഡിൻ്റേതായിട്ടുള്ള രജിസ്ട്രേഷൻ മറ്റു നടപടികളെല്ലാം പൂർത്തിയായി. ടാറിങ്ങിനുള്ള ടെൻഡർ അഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കും. അതിക്ക് മുന്നോടിയായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ വെച്ചിട്ടുള്ള ടൈലിടുന്നതും കോൺക്രീറ്റ് ചെയ്യുന്നതിനുള്ള പ്രവൃത്തി ഇപ്പോൾ 2-3 ദിവസത്തിനകത്ത് ആ 2 പോർഷനുകളിലും നടക്കും. കൾവർട്ടും ക്രോസ് റെയിനായിട്ടുള്ളതും നമുക്ക് പണിയാനുള്ള അത് സംവിധാനം കൂടി ഈ ജനുവരി-ഫെബ്രുവരി മാസത്തോടുകൂടി അത് പണിയാം. TCV ന്യൂസ്, കയ്പമംഗലം. എടക്കഴിയൂർ ചന്ദനക്കുടം നേർച്ചയ്ക്ക് ആയിരങ്ങളെത്തി. പ്രധാന കാഴ്ചകളായ താബൂത്ത് കാഴ്ചയും കൊടിയേറ്റ കാഴ്ചയും അഭിമുഖമായി നിന്നതോടെ കൊടിക്കയറ്റം നടത്തി. വിവിധ ക്ലബ്ബുകളുടെയും സാംസ്കാരിക സംഘടനകളുടെയും നേതൃത്വത്തിലുള്ള കാഴ്ചകളും ജാറത്തിലെത്തി. കൊടിയേറ്റ കാഴ്ചകൾക്ക് ഗജവീരന്മാരും വാദ്യമേളങ്ങളും വിവിധ കലാരൂപങ്ങളും അകമ്പടിയായി. മറ്റത്തൂർ വെള്ളിക്കുളങ്ങരയിൽ കളിസ്ഥലം സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മറ്റത്തൂരിൽ പഞ്ചായത്തിന്റെ കിഴക്കേ അറ്റത്തുള്ള വെള്ളിക്കുളങ്ങരയിൽ കളിസ്ഥലം സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പഞ്ചായത്തിലെ ഒട്ടുമിക്ക സർക്കാർ സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്ന വെള്ളിക്കുളങ്ങരയിൽ കളിസ്ഥലമില്ലാത്തതിനാൽ കായിക പരിശീലനത്തിന് സൌകര്യമില്ലാതെ വിഷമിക്കുകയാണ് പ്രദേശത്തെ വിദ്യാർത്ഥികളും യുവജനങ്ങളും. മറ്റത്തൂർ പഞ്ചായത്തിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിലൊന്നായ വെള്ളിക്കുളങ്ങരയിൽ കളിസ്ഥലം സ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പോലീസ് സ്റ്റേഷൻ, വില്ലേജ് ഓഫീസ്, KSEB ഓഫീസ്, സഹകരണ ബാങ്ക്, ടെലിഫോൺ എക്സ്ചേഞ്ച്,
വിവിധ സ്കൂളുകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ വെള്ളിക്കുളങ്ങരയിലുണ്ടെങ്കിലും പൊതുകളിസ്ഥലം ഇവിടെയില്ല. വിസ്തൃതമായ മറ്റത്തൂർ പഞ്ചായത്ത് വിഭജിക്കപ്പെടുമ്പോൾ പുതിയ പഞ്ചായത്ത് രൂപം കൊള്ളാനിരിക്കുന്നതും വെള്ളിക്കുളങ്ങര ആസ്ഥാനമായാണ്. മറ്റത്തൂർ കോടശ്ശേരി പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ ഈയിടെ പഞ്ചായത്ത് അധീനതയിൽ വന്നു ചേർന്ന സ്ഥലം ഉപയോഗപ്പെടുത്തി കളിസ്ഥലം സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. മറ്റത്തൂർ പഞ്ചായത്തിന് അഭിമാനിക്കാവുന്ന രീതിയിലുള്ള ഒരുപാട് കായിക പ്രതിഭകളുണ്ട്. അവർക്കൊരു പരിശീലനം നേടാനോ മറ്റു കാര്യങ്ങൾക്കോ, അതുപോലെ തന്നെ 2 സ്കൂളുണ്ട്. ആ സ്കൂളിലെ ഈ നമ്മുടെ വെള്ളിക്കുളങ്ങര പ്രദേശത്ത് ഒരു കളിസ്ഥലം പൊതുവായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇവിടെ നമുക്കിത് ഇപ്പം പുറമ്പോക്ക് പഞ്ചായത്തിന് ലഭിച്ച ആ സ്ഥലത്ത് ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കുന്നതിനുള്ള നിയമ നടപടി എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് അധികാരികളോട് ആവശ്യപ്പെടാനുള്ളത്. നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വെള്ളിക്കുളങ്ങര പട്ടികജാതി കോളനിയിലെയും പരിസര പ്രദേശങ്ങളിലെയും യുവജനങ്ങളും വിദ്യാർത്ഥികളും കളിസ്ഥലമില്ലാത്തതിനാൽ കായിക വിനോദങ്ങൾക്കോ പരിശീലനത്തിനോ കഴിയുന്നില്ലെന്ന് പൊതുപ്രവർത്തകനായ തിലകൻ കുന്നുമേൽ പറഞ്ഞു. ഈ വെള്ളിക്കുളങ്ങരയ്ക്ക് തനതായിട്ട് ഒരു പ്ലേ ഗ്രൗണ്ടോ മറ്റു കായിക കലാപരിപാടികളോ ഏർപ്പെടുത്തുന്നതിന് പ്രത്യേകമായ ഒരു സ്ഥലമില്ല. ഇവിടുത്തെ സ്ഥലവാസികൾക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും സ്കൂൾ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും വേണ്ടി ഒരു നല്ലൊരു പ്ലേ ഗ്രൗണ്ട് ആക്കിയെടുക്കുന്നതിന് ഭാവിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇത് മുഖേന ഉണ്ടാവണം. വെള്ളിക്കുളങ്ങര തോടിന് സമീപം പഞ്ചായത്തിന് ഈയിടെ ലഭിച്ച പുറമ്പോക്ക് സ്ഥലം അജൈവ മാലിന്യം ശേഖരിക്കാനുള്ള MCF കേന്ദ്രമാക്കി മാറ്റാനാണ് പഞ്ചായത്ത് ആലോചിക്കുന്നതെന്ന് പ്രദേശവാസികൾ പരാതിപ്പെട്ടു. കളിസ്ഥലത്തിനായുള്ള ജനങ്ങളുടെ മുറവിളി പരിഗണിക്കാതെ പട്ടികജാതി കോളനിക്കും വെള്ളിക്കുളം വലിയ തോടിനും സമീപം MCF സ്ഥാപിക്കാനുള്ള നീക്കം പ്രതിഷേധാർഹമാണെന്ന് പ്രദേശവാസിയായ സുബ്രൻ പറഞ്ഞു. ഒരു കളിസ്ഥലം അനുവദിക്കുകയാണെങ്കിൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഈ ദേശത്തിലെ എല്ലാ ആൾക്കാർക്കും അത് വളരെ ഉപയോഗപ്രദമായ കാര്യങ്ങളാണ്. അതല്ലാതെ ഇവിടെ മാലിന്യ സംസ്കരണം നടത്താൻ പോകുന്നുണ്ട് ഒരു വാർത്ത അങ്ങനെ പറഞ്ഞിരുന്നു. അത് ശരിയാണെന്നറിയില്ല, എങ്കിലും അതിന് അനുവദിച്ചുകൂടാത്തൊരു കാര്യമാണ്. TCV ന്യൂസ് കൊടകര. ഭവനരഹിതരില്ലാത്ത നഗരസഭയാവാൻ ചാലക്കുടി നഗരസഭയ്ക്ക് സാധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചാലക്കുടി നഗരസഭ സുവർണ ജൂബിലി സ്മാരകമായി പോട്ടയിൽ നിർമ്മിക്കുന്ന വീടുകളുടെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോട്ട തേശ്ശേരി റോഡിൽ നടന്ന യോഗത്തിൽ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനായി. ബെന്നി ബെഹന്നാൻ MP, നഗരസഭാ ചെയർമാൻ B ജോർജ്, വൈസ് ചെയർപേഴ്സൺ ആലീസ് ഷിബു, സ്ഥിരം സമിതി അധ്യക്ഷരായ ജോർജ് തോമസ്, ജിജി ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. പദ്ധതിക്ക് സൌജന്യമായി സ്ഥലം വിട്ടു നൽകിയ കട്ടക്കയം തങ്കച്ചൻ, ടോമി പോട്ട, കോൺട്രാക്ടർ ബിജു ഗ്ലോബൽ എന്നിവരെ പ്രതിപക്ഷ നേതാവ് ആദരിച്ചു. ഏഷ്യൻ വാട്ടർ ബേർഡ് സെൻസസിന്റെ ഭാഗമായി തൃശൂർ പൊന്നാനി കോൾനിലങ്ങളിൽ 33ാമത് നീർപക്ഷി സർവേ നടത്തി. പക്ഷികളുടെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചതിനാലാണ് സർവേ നടത്തിയത്. കോൾപ്പാടത്തെ പക്ഷിക്കൂട്ടമായ കോൾ ബേർഡ്സ് കളക്റ്റീവും കാർഷിക സർവകലാശാല വനശാസ്ത്ര കോളേജും കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി ശാസ്ത്ര കോളേജും സംയുക്തമായാണ് സർവേ സംഘടിപ്പിച്ചത്. മാറഞ്ചേരി, ഉപ്പുങ്ങൽ എന്നിവയ്ക്ക് പുറമെ തൊമ്മാന, അടാട്ട്, മനക്കൊടി, പാലക്കൽ, ഏനാമാവ്, പുല്ലഴി, മുള്ളൂർക്കായൽ, തൊട്ടിപ്പാൾ, കാഞ്ഞാണി തുടങ്ങിയ കോൾ മേഖലകൾ കേന്ദ്രീകരിച്ച് സർവേ നടത്തി. സർവേയിൽ 106 ഇനങ്ങളിലായി 13,697 നീർപക്ഷികളെ കണ്ടെത്തി. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം പക്ഷികളുടെ എണ്ണത്തിൽ വളരെ കുറവാണ് കണ്ടെത്തിയത്. എരണ്ടകൾ, വർണ്ണക്കൊക്ക്, ചോരക്കൊക്കൻ, കരിയാള, ചിന്നമുണ്ടി, നീലക്കോഴി, നീർക്കാക്കകൾ തുടങ്ങിയവയുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ചെറുമത്സ്യങ്ങളില്ലാത്തതും പരിസ്ഥിതി നാശവുമാണ് പക്ഷികളുടെ കുറവിന് കാരണമായിട്ടുള്ളത്. ദീർഘദൂര ദേശാടകനായ കായൽപുള്ള്, കരിവാലൻ പുൽക്കുരുവി, മൂടിക്കാലൻ കുരുവി, വലിയ പുള്ളിപ്പരുന്ത്, ഉപ്പൂപ്പൻ തുടങ്ങി പക്ഷികളെയും കോൾനിലങ്ങളിൽ നിന്ന് സംഘത്തിന് കണ്ടെത്താനായി. കോരിച്ചുണ്ടൻ താറാവ്, വലിയ മീവൽ കാട എന്നിവയുടെ സാന്നിധ്യം ശ്രദ്ധേയമായി. പുള്ളിക്കാടക്കൊക്ക്, കുളക്കൊക്ക്, കാലിമുണ്ടി, ചിന്നമുണ്ടി, മഞ്ഞവാലുകുലുക്കി, ചെറിയ നീർക്കാക്ക, നീലക്കോഴി, പെരുമുണ്ടി, വർണ്ണക്കൊക്ക്, കുരുവി, മണലൂതി, വെള്ള ഐബിസ്, കരിയാള എന്നിവയാണ് കൂടുതൽ കണ്ടെത്താനായത്. മുതിർന്ന പക്ഷി നിരീക്ഷകനായ CP സേതുമാധവൻ, K മനോജ്, ഷിനോ ജേക്കബ് കൂറ്റനാട് എന്നിവർ സർവേക്ക് നേതൃത്വം നൽകി. TCV ന്യൂസ് പുന്നയൂർക്കുളം. തളിക്കുളം പുതിയങ്ങാടിയിൽ ക്ഷേത്രോത്സവത്തിനിടെ ഉണ്ടായ തർക്കത്തിനിടെ വലപ്പാട് SI എബിനെ ആക്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിലായി. പുതിയങ്ങാടി സ്വദേശികളായ അനന്തു, അഖിലേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. തളിക്കുളം പുതിയങ്ങാടി ബാലസുബ്രഹ്മണ്യ ശാസ്താ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ഉണ്ടായ തർക്കം പരിഹരിക്കാനെത്തിയ വലപ്പാട് SI എബിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. ഇനി വാണിജ്യം.
തൃശൂരിലെ പ്രമുഖ പാർപ്പിട സമുച്ചയ നിർമ്മാതാക്കളായ ഓറക്സ് ബിൽഡേഴ്സിന്റെ ഏറ്റവും പുതിയ പ്രൊജക്ടായ ഓറക്സ് ലിയാർഡ് പ്രീമിയം അപ്പാർട്ട്മെന്റ്സിന്റെ മോഡൽ ഫ്ളാറ്റിന്റെ ഉദ്ഘാടന ചടങ്ങ് മുളങ്ങുന്നതുകാവിൽ പ്രൌഢഗംഭീരമായി നടന്നു. പ്രമുഖ ടെലിവിഷൻ അവതാരകയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. അതിനൂതനമായ രീതിയിൽ ഏറ്റവും ഗുണമേന്മയുള്ള സാധന സാമഗ്രികൾ ഉപയോഗിച്ചാണ് മോഡൽ ഫ്ളാറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഏതൊരു ഉപഭോക്താവിന്റെയും മനസ്സിനിണങ്ങുന്നതും ബഡ്ജറ്റിനിണങ്ങുന്നതും അവരുടെ സ്വപ്ന സങ്കല്പങ്ങൾക്ക് അനുയോജ്യവുമായ രീതിയിലാണ് മോഡൽ ഫ്ളാറ്റ് ഒരുക്കിയിരിക്കുന്നത്. 31 പ്രീമിയം ഫ്ളാറ്റുകളുള്ള ഓറക്സ് ലിയാർഡിൽ വിപുലമായ പാർക്കിംഗ് സൌകര്യം, ഇലക്ട്രിസിറ്റി ചാർജിംഗ് സൌകര്യം, ബയോമെട്രിക് എൻട്രൻസ്, AC കോൺഫറൻസ് ഹാൾ, ജിംനേഷ്യം, ചിൽഡ്രൻസ് പ്ലേ ഗ്രൌണ്ട് തുടങ്ങിയ ലിഫ്റ്റ് സൌകര്യത്തോടുകൂടിയാണ് സജ്ജമാക്കുന്നത്. ഓറക്സ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ അജിത് പുല്ലോത്ത് ഓറക്സ് ലിയാർഡിന്റെ സവിശേഷതകളെക്കുറിച്ചും തൃശൂർ നഗരത്തിൽ തുടങ്ങാൻ പോകുന്ന അടുത്ത പ്രൊജക്ടിനെക്കുറിച്ചും വിശദീകരിച്ചു. ഡയറക്ടർമാരായ സുരേഷ് കുമാർ, CM ബാലചന്ദ്രൻ, കുടുംബാംഗങ്ങൾ, കസ്റ്റമേഴ്സ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും 9846007474, 9846507474. പ്രധാന വാർത്തകൾ വീണ്ടും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിൽ വ്യാപക പ്രതിഷേധം. തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ഭരണകൂട ഭീകരതയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വാഴാനി കാക്കിനക്കാട് ട്രൈബൽ സ്കൂൾ വളപ്പിൽ കളിക്കുന്നതിനിടെ 4ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് പാമ്പ് കടിയേറ്റു. തിരുവിലാമല ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്ലാസ് മുറിയുടെ വാതിലിനിടയിൽ വിദ്യാർത്ഥിയുടെ കൈപ്പെട്ട് വിരലിന്റെ ഭാഗം അറ്റുപോയി. ഒരാഴ്ചയോളമായി ഇടവിട്ട് പെയ്യുന്ന മഴ മറ്റത്തൂരിലെ നെൽകർഷകർക്ക് ദുരിതമായി. വിളഞ്ഞു പാകമായി നെല്ല് കൊയ്തെടുക്കാനാകാതെ കർഷകർ. ചേറ്റിപ്പുഴ കിഴക്കേ കോൾപ്പടവിലെ നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങുന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ലോഗോ പ്രകാശനം തൃശൂരിൽ നടന്നു. കോർപ്പറേറ്റ് വൽകൃത സമൂഹത്തിൽ ജനങ്ങളോടൊപ്പം നിൽക്കാനും ആശ്വാസം നൽകാനും COA പോലുള്ള സംഘടനയ്ക്ക് കഴിയുന്നുവെന്നത് അഭിനന്ദനാർഹമാണെന്ന് KK രാമചന്ദ്രൻ MLA. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.